കർത്താവിൻ്റെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം. മനോഹരമായ ഒരു നല്ല ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നതിനായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ദിവസം ദൈവത്തിൻ്റെ വചനം യേശു കർത്താവിൻ്റെ പിറവിയെക്കുറിച്ച് പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ. ദൈവമായിരിക്കെ ആ ദൈവികമായ എല്ലാ ശക്തികളും എല്ലാം മാറ്റിവെച്ചിട്ട് ഒരു മനുഷ്യരൂപം എടുത്ത് ഒരു ശിശുവായി ഭൂമിയിൽ വരുവാൻ ദൈവം തീരുമാനിക്കുന്നു. എന്തിനാ? പാപത്തിൽ ആയിപ്പോയ നിത്യമായ ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്ന മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ മറ്റൊരു വഴിയില്ലായിരുന്നു. അതിന് വന്നു, 33 വർഷം ഇവിടെ ജീവിച്ചു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, വീണ്ടും നമുക്ക് വേണ്ടി പോയി. ഇതാണ് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സുവിശേഷത്തിനെ കുറിച്ച് പറയാനുള്ളത്. പ്രിയരെ, ഒരു ദിവസം ആഘോഷിക്കുവാനുള്ളതല്ല ക്രിസ്മസ്. ദിവസത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകളൊന്നും ദൈവവചനത്തിൽ നാം കാണുന്നുമില്ല. പക്ഷെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അത് ഓർക്കാനുള്ളതാണ്. ദൈവപുത്രൻ ഈ ഭൂലോകത്ത് ജാതനായതുകൊണ്ടാണ് പാപികളായ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നത്, നന്മയുള്ളവരായി തീർന്നത്, സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നത്. ആ ദൈവപുത്രനുള്ള വിശ്വാസമാണ് നമ്മളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി ദൈവത്തിൻ്റെ മക്കളെന്ന് പറയാനുള്ള അവകാശം തരുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഒരു എത്രയോ ദൂരെ ദൈവത്തോട് എത്രയോ ദൂരെ ഇരുന്ന് നമ്മെ അടുപ്പിച്ച് ദൈവമക്കളാക്കി തീർത്തൊക്കെ അതാണ് ആ ഒരു സന്തോഷം. അതുകൊണ്ടാണ് അവിടെ പറയുന്ന മഹാസന്തോഷം. ചെറിയ സന്തോഷമല്ല, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം. ഈ സന്തോഷം എല്ലായ്പ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവരിൽ ഉണ്ടായിരിക്കട്ടെ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഈ ക്രിസ്മസിൻ്റെ സന്തോഷം, ഈ ക്രിസ്മസ് തരുന്ന സന്ദേശം നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടായിരിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.